ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുളിമുട്ടായി തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ ഷമീസ് കിച്ചൻ്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഇത് എത്രത്തോളം പെർഫെക്റ്റായി കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 100 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കറുത്ത പുളി തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് നമ്മുടെ പുളിമുട്ടായിക്ക് കുറച്ചുകൂടി നല്ല കളറ് കിട്ടും. ഇനി ഞാനിതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടുതൽ ചേർത്താൽ നമുക്ക് കൂടുതൽ കുക്കിംഗ് ടൈം ആവശ്യമായിട്ട് വരും. ആദ്യം നമുക്കിത് കൈ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് ഇളക്കി ഇതിനകത്ത് എന്തെങ്കിലും അരിയോ ഇതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതിലങ്ങനെയൊന്നുമില്ല. വളരെ ക്ലീനായിട്ടുള്ള പുളിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് ഉപയോഗിച്ചാലും മതിയാകും. ഞാൻ എന്തായാലും ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാനൊരു 180 ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം അല്പം മുന്നോട്ട് നിൽക്കട്ടെ. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ ചേർത്താൽ നമ്മുടെ ശർക്കര പാനിയായി വരാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായി നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും കുറച്ച് വെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാൻ കരടുമില്ലാത്ത ശർക്കരയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ അരിച്ചെടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പുളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഈ രീതിയിൽ നമ്മളിതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. എന്തായാലും ഇത് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഇത് അടിയിലൊന്നും പറ്റുന്നില്ല. നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞു. നമ്മുടെ മിക്സ് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിം ഉപയോഗിക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഒരു മധുരവും പുളിയും എല്ലാം കൂടാണ്. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കിയിരുന്നു. ഇനി നമുക്ക് ഇത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുകയാണ്. ഇത് ചെറിയ കപ്പാണ്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ടിരുന്നാലും ഇത് തണുക്കുമ്പോഴേക്കും ഇത് ടൈറ്റ് ആയിക്കോളും. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുളിമുട്ടായി ഞാൻ ഈ രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ഈ രീതിയിലാണെങ്കിൽ നമ്മളിത് കീപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിതുപോലെ ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ്, കഴിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. ഇത് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സേഫായിരിക്കുക. താങ്ക് യു.